ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ കോളേജ് തല മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ അറിവിൻ്റെയും ബോധത്തിൻ്റെയും പുതിയ ഉണർവ് സൃഷ്ടിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രത്യേക വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തല മത്സരങ്ങളിൽ ഒന്നാം സമ്മാനമായി 5 ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി 3 ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി 2 ലക്ഷം രൂപയും നൽകും. കോളേജ് തല മത്സരങ്ങളിൽ ഒന്നാം സമ്മാനമായി 3 ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി 2 ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി 1 ലക്ഷം രൂപയും ലഭിക്കും. ഇതിനു പുറമെ മൊമൻറ്റോയും പ്രശസ്തി പത്രവും വിജയികൾക്ക് സമ്മാനമായി നൽകും. സ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ ജില്ലാ സംസ്ഥാന തലങ്ങളിലായി മത്സരങ്ങൾ സംഘടിപ്പിക്കും. സ്കൂൾ തലത്തിൽ വ്യക്തിഗതമായി നടത്തുന്ന മത്സരത്തിനു ശേഷം വിദ്യാഭ്യാസ ജില്ല മുതൽ ടീം അടിസ്ഥാനത്തിലായിരിക്കും മത്സരം. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിലൂടെ അന്തിമ വിജയിയെ കണ്ടെത്തും. കോളേജ് വിഭാഗത്തിൽ കോളേജ്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലായിരിക്കും മത്സരങ്ങൾ. കോളേജ് തലത്തിൽ വ്യക്തിഗതമായും തുടർന്ന് ടീമായും മത്സരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. ജനുവരി 12 മുതൽ ക്വിസ് മത്സരങ്ങൾ ആരംഭിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നൽകും. കൂടാതെ ജില്ലാതല മത്സര വിജയികൾക്ക് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും സമ്മാനമായി ലഭിക്കും. ശരിയുത്തരങ്ങൾ നൽകുന്ന കാണികൾക്കും സമ്മാനം ലഭിക്കുന്ന ജനകീയ മത്സരമായാണ് ജില്ലാതലം മുതൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള സമൂഹം ഒന്നടങ്കം അണിനിരക്കുന്ന അറിവിൻ്റെ മഹോത്സവമായി ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മാറും. അടുത്ത അറിയിപ്പ്, ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസം എന്നത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിംഗ് രംഗത്തെ പ്രധാനപ്പെട്ട 9ഓളം സംഘടനകൾ സംയുക്തമായി ഈ മാസം 27-ന് രാജ്യവ്യാപക പണിമുടക്ക് നടത്തും. ഇതോടെ 24 മുതൽ 4 ദിവസങ്ങൾ തുടർച്ചയായി ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ടാകും. ജനുവരി 24 4ാം ശനിയാഴ്ച, 25 ഞായറാഴ്ച, 26 പൊതു അവധിയുമായതിനാലാണിത്. ഇത് കണക്കിലെടുത്ത് ഉപഭോക്താക്കൾ മുൻകരുതലെടുക്കേണ്ടി വരും. പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരിക്കും. 27-ന് മുമ്പ് സംഘടനകളുമായി കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തിയേക്കും. ഞായറാഴ്ചകൾ കൂടാതെ 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചകളും ബാങ്ക് അവധിയാണ്. ബാക്കിയുള്ള 2 ശനിയാഴ്ചകൾ കൂടി അവധിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.